ഉറക്കം തീരാത്ത കണ്ണുകൾ പതിയെ തുറന്നു നോക്കുമ്പോൾ ബസിന്റെ വിൻഡോയിലൂടെ കണ്ട കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് തന്നത്. തല ഉയർത്തി നിൽക്കുന്ന ഹിമാലയൻ മലനിരകൾക്കിടയിലൂടെ ശാന്തമായി ഒഴുകുന്ന ബിയാസ് നദി ഈ യാത്രയിലുടനീളം ഞങ്ങളെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ വരുന്ന തുരങ്കങ്ങളും തൂക്കുപാലങ്ങളും യാത്രയെ കൂടുതൽ മനോഹരമാക്കി. ദുർഘടമായ ചുരങ്ങളിലൂടെയുള്ള ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിലെത്തിയത്. റോക്ക്ലാൻഡ് ഇൻ എന്ന ഞങ്ങളുടെ ഹോട്ടൽ മണാലി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ്. ഹോട്ടലിലെത്തിയ ഉടനെ ഫ്രഷായി ഫുഡും കഴിച്ച് ചെറിയ ഉറക്കം അങ്ങുറങ്ങി. ഉറക്കം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നേരെ പോയത് മണാലിയിലെ പ്രശസ്തമായ ഹഡിംബ ടെമ്പിളിലേക്കാണ്. വൻവിഹാർ എന്ന പൈൻ മരങ്ങൾ നിറഞ്ഞ ഒരു വനത്തിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളായ ഭീമന്റെ ഭാര്യ ഹഡിംബ ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രവും പരിസരവും ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തതായി പോയത് അവിടെ അടുത്തു തന്നെയുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധമന്ത്രങ്ങളാണ് ഇവിടെ ബുദ്ധ സന്യാസിമാർ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ബുദ്ധമന്ത്രങ്ങൾക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വാക്കുകളെയും ശുദ്ധീകരിക്കാൻ കഴിയുമെന്നതാണ് ഇവരുടെ വിശ്വാസം. നമ്മൾ കണ്ടിട്ടുള്ള ബുദ്ധ ഫ്ലാഗുകളിലും ഈ മന്ത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ മന്ത്രങ്ങളുടെ ഫലങ്ങളായ സമാധാനം, അനുകമ്പ, ജ്ഞാനം, ഭാഗ്യം എന്നീ അനുഗ്രഹങ്ങൾ കാറ്റിൽ ലയിച്ചു ചേർന്ന് ലോകം മുഴുവനും എത്തിക്കുക എന്നതാണ് ഇതിന് പിന്നിലുള്ള വിശ്വാസം. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ മണാലിയിലെ തെരുവിലേക്ക് നടക്കാനിറങ്ങി. അവിടെയുള്ള കാഴ്ചകളും വ്യത്യസ്തമായ ഭക്ഷണങ്ങളും ഞങ്ങൾ മതിവരുവോളം ആസ്വദിച്ചു. കോഴിക്കോട് നിന്ന് വരുന്ന ഞങ്ങളെ ഭക്ഷണ വൈവിധ്യങ്ങൾ അത്ഭുതപ്പെടുത്തിയില്ലെങ്കിലും ഈ -5 ഡിഗ്രി തണുപ്പിൽ ചൂട് ബദാമിൽക്കും ജിലേബിയുമൊക്കെ കഴിച്ച് നടന്നത് ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു. അവസാനമായിട്ട് ഞങ്ങളൊരു നല്ല ചൂട് ചായ കൂടി കുടിച്ച് ഇന്നത്തെ യാത്രകളെല്ലാം അവസാനിപ്പിച്ച് തിരികെ റൂമിലേക്ക് പോയി.